ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് മുട്ടയും ചിക്കനും ഉപയോഗിച്ച് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ്. സാധാരണയായി തേങ്ങാമുറി എന്നാണ് ഇതിന് പേര് പറയുന്നത്. നമ്മുടെ വീടുകളിൽ സാധാരണ ഉണ്ടാകുന്ന വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതി ഈ സ്നാക്സ് തയ്യാറാക്കുവാൻ. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണിന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഇനി നമുക്ക് ഈ സ്നാക്സ് എങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കുക എന്ന് നോക്കാം. ആദ്യമായി ഇതിനുള്ള മസാല തയ്യാറാക്കുന്നതിനായി ഒരു പാനിലോട്ട് 2-3 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 3 മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഉള്ളി ഒന്ന് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടുന്നതിന് വേണ്ടി ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് ഇതുപോലെ ലോ ഫ്ലെയിമിൽ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി നന്നായി വഴന്നു വന്നതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2-3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്, 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, 2-3 കറിവേപ്പില ചെറുതായി അരിഞ്ഞത് എന്നിവ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ലോ ഫ്ലെയിമിൽ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ പച്ചമണം പോയി നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല എന്നിവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്തതിന് ശേഷം അവയുടെ പച്ചമണം പോകുന്നത് വരെ ഇതുപോലെ ലോ ഫ്ലെയിമിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തീ ലോ ഫ്ലെയിമിലാക്കുകയോ ഓഫ് ചെയ്യുകയോ ചെയ്യുക, അല്ലെങ്കിൽ മസാലപ്പൊടികൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകുന്നതാണ്. ഇപ്പോൾ മസാലപ്പൊടികളുടെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 100 ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ചതിന് ശേഷം മിക്സിയിൽ ഒന്ന് കറക്കിയെടുത്തതാണ്. ചിക്കൻ മുഴുവനായി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ചിക്കൻ നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിയില ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഏകദേശം 4 മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ് ഉപ്പ് ചേർത്ത് ഒന്ന് പുഴുങ്ങിയെടുത്തതിന് ശേഷം പൊടിച്ചെടുത്തതാണ്. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കുവാനായി മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് കോഴിമുട്ട പുഴുങ്ങിയതാണ്. ഞാനിവിടെ ഏകദേശം 5 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ കോൺഫ്ലവറിൽ ഒന്ന് മുക്കിയെടുക്കുക. എന്നാൽ മാത്രമാണ് ഇതിൻ്റെ പുറത്ത് മസാല കോട്ട് ചെയ്യുമ്പോൾ നന്നായി പറ്റി പിടിച്ചിരിക്കുകയുള്ളൂ. അതിനുശേഷം മസാലയിൽ നിന്ന് ഇതുപോലെ ഒന്ന് ഉരുളകളാക്കി എടുക്കുക. നന്നായി ഉരുട്ടിയതിന് ശേഷം ഇതുപോലെ ഒന്ന് പരത്തിയെടുത്ത് നമ്മൾ കോൺഫ്ലവറിൽ മുക്കിയ മുട്ട ഇതുപോലെ നടുവിൽ വെച്ച് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. മസാല ആവശ്യമാണെങ്കിൽ ഇതുപോലെ വീണ്ടും കുറച്ചുകൂടി വെച്ച് കൊടുത്ത് നന്നായി ഉരുട്ടിയെടുക്കുക. ഇതുപോലെയാണ് ഉരുട്ടിയെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതൊരു വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. അതിനുശേഷം ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് ഉരുട്ടിയെടുക്കുക. ഇത് ഉരുട്ടിയെടുക്കുമ്പോൾ മസാല തീരെ കനം കുറച്ച് ഉരുട്ടിയെടുക്കരുത്, പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവും. കുറച്ച് കനത്തിൽ തന്നെ ഉരുട്ടിയെടുക്കുവാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ എല്ലാം ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് റസ്ക് പൊടിയിൽ കോട്ട് ചെയ്തെടുക്കണം. അതിനായി ആദ്യം തന്നെ ഇത് മുട്ടയുടെ മിക്സിൽ ഒന്ന് നന്നായി മുക്കിയെടുക്കുക. അതിനുശേഷം റസ്ക് പൊടിയിൽ ഇതുപോലെ നന്നായി കോട്ട് ചെയ്തെടുക്കണം. ഇത് പൊട്ടിപ്പോവാതിരിക്കാൻ ഇത് ഡബിൾ കോട്ടിംഗ് ആണ് ചെയ്യുന്നത്. ഒരു തവണ റസ്ക് പൊടി കോട്ട് ചെയ്തതിന് ശേഷം വീണ്ടും മുട്ടയുടെ മിക്സ് ഒന്നുകൂടെ തേച്ച് വീണ്ടും ഒന്ന് റസ്ക് പൊടി തന്നെ കോട്ട് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ നന്നായി കോട്ട് ചെയ്തതിന് ശേഷം വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. അതിനുശേഷം ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഡബിൾ കോട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ബാക്കിയുള്ളത് എല്ലാം ഇതുപോലെ റസ്ക് പൊടിയിൽ ഡബിൾ കോട്ടിംഗ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കുക.
ഞാനിവിടെ 2 എണ്ണമാണ് ഒരുമിച്ച് ഇട്ട് പൊരിച്ചെടുക്കുന്നത്. നിങ്ങളുടെ എണ്ണയുടെ അളവിനനുസരിച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. തീ എപ്പോഴും മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക, അല്ലെങ്കിൽ പുറം ഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകുന്നതാണ്. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എല്ലാ ഭാഗവും നന്നായി ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ നന്നായി ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് ഒന്ന് കോരി മാറ്റാം. അതിനുശേഷം ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ മുഴുവനായും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇതുപോലെ ഒരു ബോൾ രൂപത്തിലാണ്. ഇത് നമുക്ക് ഒന്ന് കട്ട് ചെയ്താലാണ് ഇത് തേങ്ങാമുറി സ്നാക്സായി നമുക്ക് അറിയപ്പെടുകയുള്ളൂ. അതിനുവേണ്ടി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യണം. ഇതുപോലെ നടുഭാഗമാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാമുറി സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമാണ് ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. വീണ്ടും മറ്റൊരു പുതിയ വീഡിയോയുമായി കാണും വരേക്കും ബായ്.